പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ അധ്യാപകരാകുന്നതിന് വേണ്ടി നിശ്ചിത യോഗ്യതയ്ക്ക് പുറമെ കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ കേടെറ്റും യോഗ്യത കൂടെ നിർബന്ധമായി വന്നിരിക്കുകയാണ്. ഇത് പുതിയ അധ്യാപക വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, നിലവിലുള്ള അധ്യാപകർക്കും കേടെറ്റ് നിർബന്ധമായതിനാൽ നമ്മുടെ പല അധ്യാപകരും ഇപ്പോൾ അത്തരത്തിലുള്ള പരിശീലനത്തിലാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ പ്രൈമറി, അപ്പർ പ്രൈമറി, സെക്കൻഡറി, സ്പെഷ്യൽ കാറ്റഗറി ഈ 4 വിഭാഗങ്ങൾക്കും കേടെറ്റ് പരീക്ഷ വിജയകരമായി എഴുതാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ പ്രോഗ്രാം കൈറ്റ് വിക്ടേഴ്സിൽ ആരംഭിക്കുന്നത്. ഈ 4 വിഭാഗങ്ങളിലും പൊതു വിഷയങ്ങളും ഓപ്ഷണൽ വിഷയങ്ങളും സ്പെഷ്യൽ വിഷയങ്ങളും പ്രത്യേകമായി കൈറ്റ് വിക്ടേഴ്സിലൂടെ വിദഗ്ധരാൽ നയിക്കപ്പെടുന്ന ക്ലാസുകൾ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ അധ്യാപകർക്ക് മാത്രമല്ല, BEd, DLED സ്റ്റുഡൻസുകൾ ഒരുപോലെ പ്രയോജനപ്പെടുന്ന ക്ലാസ്സുകളാണുള്ളത്. തീർച്ചയായും ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Hello teachers, welcome to Kite Victors, the technology arm of Department of General Education. As you are aware, some of you are going to write the CATET exams. Today we are beginning a series of episodes for helping teachers who are going to face CATET exams. My name is Dr. P.K. Jayaraj. I will be teaching the area English. As you are aware, നമുക്ക് ഇംഗ്ലീഷിൽ ലെവൽ 1 ആയാലും ലെവൽ 2 ആയാലും ലെവൽ 3 ആയാലും ലെവൽ 4 ആയാലും അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇംഗ്ലീഷ്. സോ therefore this class is meant for all the teachers who are attempting to crack CATET exams, and this is for all the levels of teachers. Okay, so now today I am going to talk about methods and materials, or methods and approaches, which is a very important part in the CATET exam. Do you know what is methods? How many methods are there? There are any number of methods. There are many methods. Okay, but I am focusing on 14 important methods. There are 14 പ്രധാനപ്പെട്ട മെത്തേഡുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ക്വസ്റ്റ്യൻസ് എക്സാമിനേഷൻ ചോദിക്കും. ഇങ്ങനെയുള്ള പെഡഗോജിക് ക്വസ്റ്റ്യൻസ് കൂടാതെ ഗ്രാമർ ഭാഗത്തുനിന്ന് ചോദ്യം വരും, കൂടാതെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഭാഗത്തുനിന്ന് ചോദ്യം വരും, വേർഡ്സിനെ കുറിച്ചിട്ട് വേർഡ്സിൻ്റെ ആൻറ്റോണിം സിനോണിം ടെസ്റ്റ് ചെയ്യുന്ന ചോദ്യം വരും. അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടാതെ ഇംഗ്ലീഷ് മെയിൻ എടുത്ത ടീച്ചേഴ്സിന് വേണ്ടിയിട്ട്, ഇംഗ്ലീഷ് കേട്ടറ്റ് 3 ഇംഗ്ലീഷ് മെയിൻ എടുക്കുന്ന ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ധാരാളം ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങളോ അതിൽ ലിറ്ററേച്ചർ ഉണ്ടാവും, അതിൽ ഫോണോളജി ആൻഡ് ഫോണറ്റിക്സ് ഉണ്ടാവും, അതുകൂടാതെ അതിൽ ചിലപ്പോൾ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള ചോദ്യങ്ങളും അതേപോലെ മെത്തേഡ്സ് ആൻഡ് മെറ്റീരിയൽസ് പെഡഗോജി ചോദ്യങ്ങളും ഉണ്ടാകും. കേട്ടല്ലോ, മിക്ക വിഷയങ്ങളിലും കൈറ്റ് ക്ലാസ് നടത്താൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും കേട്ടറ്റ് എക്സാം പാസ്സാവും. നന്നായിട്ട് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ നന്നായി വായിച്ചിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. ഇതിനുള്ള ക്ലാസ്സുകൾ കൈറ്റ് വിക്ടേഴ്സിൽ കൂടി എല്ലാ ടീച്ചേഴ്സിനും വേണ്ടി സംപ്രേഷണം ചെയ്യുന്നതാണ്. ഓക്കെ, ലെറ്റ് us begin. So my topic is methods and approaches. So I told you I am focusing on 14 important methods. The first one is grammar translation method. ഈ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഇപ്പോൾ നിലവിലില്ല. എന്താ ഈ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ മാതൃഭാഷയിൽ നിന്ന് വാക്യങ്ങൾ ഇംഗ്ലീഷിലോട്ട് മാറ്റുക. അങ്ങനെ മാറ്റുമ്പോഴോ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ എന്താണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനെയാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? സോ എ സ്റ്റുഡൻറ്റ് വിൽ ബി ആസ്ക്ഡ് ടു ട്രാൻസ്ലേറ്റ് സെൻറ്റൻസസ് ഫ്രം നാറ്റീവ് ലാംഗ്വേജ് മീൻസ് മദർ ടങ്, ഫ്രം നാറ്റീവ് ലാംഗ്വേജ് ടു ഇംഗ്ലീഷ്. അങ്ങനെ നാറ്റീവ് ലാംഗ്വേജിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോഴോ ദ സ്റ്റുഡൻറ്റ് ക്യാൻ ലേൺ ദ ഗ്രാമാറ്റിക്കൽ റൂൾസ് ഓഫ് ഇംഗ്ലീഷ്. അപ്പോൾ ഇതാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. വളരെ സിമ്പിളാണ്, ഇപ്പോൾ നിലവിലില്ല. ഇപ്പോൾ ഞാനൊക്കെ അധ്യാപനം തുടങ്ങുന്ന കാലത്ത് ചെറിയ തോതിൽ ഞങ്ങൾ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോഴും ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവാം, ടീച്ചേഴ്സ് മദർ ടങ് ക്ലാസ്സിൽ ഉപയോഗിക്കുന്നുണ്ടാവാം. മദർ ടങ് ഉപയോഗിക്കുന്നത് വലിയ തെറ്റൊന്നുമല്ല, പക്ഷേ എങ്കിൽ പോലും അവർ ഡ്യൂട്ടി ഈസ് ടു ടീച്ച് ഇംഗ്ലീഷ്. സോ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് മീൻസ് studying the grammatical rules of Malayalam and English or native language and English, thereby acquiring the grammatical rules of English. This is called the grammar translation method. This is a behaviorist method, and it is at present we are not advocating grammar translation method. Okay, so let us pass over to the next method. It is direct method.
In direct method, teachers use only the language. Suppose if I am teaching English, I use only English. I won't mix it with the Malayalam or any other language. So, a direct method uses only the target language. What is the target language? English. Okay. So, grammar translation method uses only the target language for teaching, for instruction. Okay. Third one is audiolingual method. So, audiolingual, what do you mean by audiolingual? Audio means listening, lingual means speaking. So, here the focus is on listening and speaking. Actually, it is a behaviorist method. It has been proposed by the great psychologist Skinner. Skinner എല്ലാവർക്കും അറിയാമല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട ബിഹേവിയറിസ്റ്റ് സൈക്കോളജിയുടെ മുന്നോട്ട് വെച്ച ഒരു സൈക്കോളജിസ്റ്റാണ് സ്കിന്നർ. സ്കിന്നേറിയൻ മെത്തേഡാണ് ഏതാണ് ഓഡിയോലിംഗ്വൽ മെത്തേഡ്. ഇറ്റ് യൂസസ് പാറ്റേൺ ഡ്രിൽസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത ഓരോ പാറ്റേൺസും, ഉദാഹരണമായിട്ട് ഐ ആം ഗോയിങ് ടു സ്കൂൾ, ഹീസ് ഗോയിങ് ടു സ്കൂൾ, ദേ ആർ ഗോയിങ് ടു സ്കൂൾ, ഇങ്ങനെയുള്ള പാറ്റേൺ നിരന്തരമായി ആവർത്തിച്ച് പഠിക്കുന്ന ഒരു മെത്തഡോളജിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഡിയോലിംഗ്വൽ മെത്തേഡ്. ബട്ട് റിമെമ്പർ ദ ഫോക്കസ് ഈസ് ഓൺ listening as well as speaking. The teacher also repeats different types of sentences. Students should also repeat and dare to practice. So, therefore, the focus is on basically listening and speaking, and also the memorization of the grammatical rules and repeating it. So, repetition, memorization and drills are the importance of, and even reinforcement. They are the important, they are the features of what is known as audiolingual method. So, you might get questions, who is the proponent of audiolingual method? The proponent of audiolingual method is none other than Skinner. So, is it based on what approach is it based on? It is based on behaviorist approach. So, what are the features? The features are dialogue memorization, repetition and reinforcement. Okay. Now, let us pass over to another one, namely structural approach. What is structural approach? When I was a teacher, to a certain extent we followed structural approach. Structural approach means the language is organizing around the mastery of, acquiring the mastery of grammatical rules. So, structural method gives importance only to learning the structural features of English. So, first of all, for example, they will learn tenses, they will learn passive voice, they will learn question tags. Importance is only to structure, not to meaning. So, today there is a departure from structural approach. Today we are not giving many importance to structural approach, we are giving to a meaning focused approach. Structural approach doesn't give any importance to the meaning, but it gives only importance to acquiring or learning the structure of English. Okay. Next one is an idea called suggestopedia. Suggestopedia is a method developed by Georgi Losnow. Who is Georgi Losnow? Georgi Losnow is a psychologist who developed the method of teaching English called suggestopedia. And I can say it is a humanistic approach. What is a humanistic approach? Humanistic approach means they consider children as a human being, and they create a relaxed atmosphere with music and with a comfortable setting. അർത്ഥം ക്ലാസ് റൂമിൽ ചെറിയ മ്യൂസിക് കുട്ടികൾക്ക് കേൾക്കാം, കുട്ടികൾക്ക് സൗകര്യപ്രദമായിട്ടിരിക്കാം. അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള പഠിപ്പിക്കലില്ലാതെ, വലിയ രീതിയിലുള്ള ടീച്ചറിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ കുട്ടികൾ വളരെ റിലാക്സായി പഠിപ്പിക്കുന്ന, അവർക്ക് ചില കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യും, കുട്ടികൾ തന്നെ പഠിക്കണം. ഇത് 1970 ഒരു മെത്തഡോളജിയാണ്. സജസ്റ്റോപീഡിയ മീൻസ് ദ റോൾ ഓഫ് ദ ടീച്ചർ ഈസ് ഓൺലി ടു സജസ്റ്റ് ആൻഡ് ഓൾസോ creating a relaxed and positive environment in the classroom, and there will be even music. They will play a soft music so that children can be relaxed, and also their seating arrangement will be very comfortable. അപ്പോൾ ഇതിന് ചോദ്യം വരാം, who is the proponent of suggestopedia? Georgi Losnow. Okay, what are the features of suggestopedia? In suggestopedia,
the role of the teacher is not just teaching but just suggesting. So what will be the atmosphere of Suggestopedia? Teacher will create a relaxed, positive environment with music and even comfortable seating. Okay, next one is silent way. What is silent way? The role of the teacher will be almost silent in the classroom. That doesn't mean that teacher won't talk. അധ്യാപകൻ്റെ സംസാരം താരതമ്യേന കുറവായിരിക്കും അല്ലേ. ഈ സൈലൻ്റ് വേ എന്നുള്ളത് മുമ്പോട്ട് വെച്ചത് കാലബ് ഗാറ്റിൻഗോ എന്നൊരു സയൻറ്റിസ്റ്റാണ്. കാലബ് CALEB ഗാറ്റിൻഗോ. സോ കാലബ് ഗാറ്റിൻഗോ in 1970s proposed the methodology called silent way. ഓക്കെ, സോ ഈ സൈലൻ്റ് വേൻ്റെ പ്രത്യേകത എന്താ? ഇത് ടീച്ചറുടെ റോള് സൈലൻ്റ് ആയിരിക്കും. പക്ഷേ ടീച്ചർ എന്ത് ചെയ്യും? ധാരാളം മെറ്റീരിയൽസുമായിട്ട് ക്ലാസ്സിലേക്ക് വരും. ആ മെറ്റീരിയൽസ് എന്തായിരിക്കും? ചാർട്ടുകളായിരിക്കും, സൗണ്ട് ചാർട്ടുകളായിരിക്കും അല്ലേ, വേർഡ് ചാർട്ടുകളായിരിക്കും. ഇങ്ങനെയുള്ള വേർഡ് ചാർട്ടുകളും സൗണ്ട് ചാർട്ടുകളും ഉച്ചാരണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുട്ടികളാണ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. കാരണം വേർഡ് ചാർട്ട് ഉപയോഗിച്ചിട്ട് കുട്ടികൾക്ക് പുതിയ പുതിയ വേർഡുകൾ പഠിക്കാനും വേർഡുകൾ ഉണ്ടാക്കാനും കഴിയും. വേർഡ് ചാർട്ടുകൾ ഉപയോഗിച്ചിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ കഴിയും. ടീച്ചറുടെ റോളാകട്ടെ മിനിമലാണ്. ഇതിൻ്റെ അതുകൊണ്ടാണ് ഇതിന് സൈലൻ്റ് വേ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കണം, സൈലൻ്റ് വേയും സജസ്റ്റോപീഡിയയും ഓർമ്മിക്കുക. സജസ്റ്റോപീഡിയയിൽ ഏകദേശം സജഷൻ കൊടുത്തിട്ട് ഒരു അനുകൂലമായ ക്ലാസ് റൂം അന്തരീക്ഷം സൃഷ്ടിക്കുന്നതാണ് സജസ്റ്റോപീഡിയ, ജോർജി ലോസ്നോവിൻ്റെ. പക്ഷേ അടുത്തതോ സൈലൻ്റ് വേയോ, ടീച്ചറുടെ റോള് ഓൾമോസ്റ്റ് സൈലൻ്റ് ആണ്. പക്ഷേ ടീച്ചർ എന്ത് ചെയ്യും? കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിഷ്വൽ ടൂൾസും അല്ലേ, വിഷ്വൽ ടൂൾസായ ചില ചാർട്ടുകൾ ഉപയോഗിക്കും, സൗണ്ട് ചാർട്ടുകൾ ഉപയോഗിക്കും, പിന്നെ വേർഡ് ചാർട്ടുകൾ ഉപയോഗിക്കും. ഇനി അടുത്തത് ഏഴാമത്തതിൻ്റെ പേരാണ് TPR. വാട്ട് ഈസ് TPR? TPR മീൻസ് ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. ആരാണ് ഈ TPR അല്ലെങ്കിൽ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് മുമ്പോട്ട് വെച്ചത്? ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ എ സൈക്കോളജിസ്റ്റ് കോൾഡ് ജെയിംസ് J. Asher in 1966 proposed the methodology called total physical response. ഇതിൻ്റെ പ്രത്യേകത എന്താ? ടീച്ചർ ചില കമാൻഡുകൾ പറയും. ആ കമാൻഡുകളൊക്കെ അനുസരിച്ചിട്ട് കുട്ടികളത് ഫിസിക്കൽ മൂവ്മെൻറ്റ് കാണും. ഉദാഹരണം ടീച്ചർ ക്ലാപ്പ് എന്ന് പറയുമ്പോഴോ അതിനനുസരിച്ച് കുട്ടികൾ ക്ലാപ്പ് ചെയ്യണം. സ്റ്റാൻഡ് ഇൻ എ റിങ് എന്ന് പറയുമ്പോഴോ കുട്ടികൾ റിങ്ങിനനുസരിച്ചിരിക്കണം. ഇങ്ങനെ ടീച്ചർ പറയുന്നത് കേട്ടിട്ട് കുട്ടികൾ ഏതാണ് ഫിസിക്കൽ മൂവ്മെൻറ്റ് നടത്തുന്നതിൻ്റെ പേരാണ് TPR. So in total physical response, the role of the teacher is to give commands or instructions, and the children, they have to listen to the instructions and they have to make physical movements in the classroom. നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ കഴിഞ്ഞ 10-20 വർഷമായിട്ട് നമ്മൾ TPR ക്ലാസ് റൂമിൽ ഒരു ഗെയിമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ഓർമ്മിക്കുക. അതിൻ്റെ പേര് ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് എന്നാണ്. ഇനി അടുത്തതാണ് കമ്മ്യൂണിറ്റി. എട്ടാമത്തത് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ടീച്ചിങ്. അതിൻ്റെ പേര് CLL. കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ടീച്ചിങ് വാസ് പ്രപ്പോസ്ഡ് ബൈ എ സയൻറ്റിസ്റ്റ് കോൾഡ് ചാൾസ് A. Curran, CURRAN. In 1970s, Charles A. Curran proposed the methodology of teaching language called community language teaching or CLL. എന്താണ് CLLൻ്റെ പ്രത്യേകത? CLL ഒരു കൗൺസിലിംഗ് പോലെയാണ്. നമുക്ക് സ്കൂളിലൊക്കെ കൗൺസിലേഴ്സ് ഇല്ലേ, കൗൺസിലർ കുട്ടികളുമായിട്ട് സംസാരിച്ച് കുട്ടികളുടെ പ്രശ്നം തീർക്കുന്ന രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് മെത്തേഡ്സാണ്. കുട്ടികളെ ഗ്രൂപ്പായി തരംതിരിച്ച് കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പഠന രീതിയാണ് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ടീച്ചിങ്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിറ്റി? കുട്ടികളെ കൊച്ചു ഗ്രൂപ്പുകളാക്കിയിട്ട് കൊച്ചു കമ്മ്യൂണിറ്റികളാക്കിയിട്ട് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. Therefore, let me speak in English. Community language teaching was proposed by Charles A. Curran. Community language teaching methodology basically follows counseling method. In counseling method, learners are divided into communities or groups, and teachers act as a counselor. Okay. So friends, we are going to discuss the 9th important method of teaching English. So we are even practicing it today to certain extent, not fully. It is called communicative language teaching or CLT. CLT was proposed by two linguists, Christopher Candlin
ആൻഡ് ഹെൻറി വിഡോസൺ അല്ലേ, ഹെൻറി വിഡോസൺ എന്നുള്ള ഒരു ലിംഗ്വിസ്റ്റും ക്രിസ്റ്റഫർ കാഡ്ലിൻ എന്നുള്ള ലിംഗ്വിസ്റ്റുമാണ് ഏതാണ് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് അല്ലെങ്കിൽ CLT ഉപയോഗിക്കുന്നത്. ഈ CLTയുടെ പ്രത്യേകത, CLT ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഗ്രാമറിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ കമ്മ്യൂണിക്കേറ്റീവ് കോമ്പീറ്റൻസിനാണ്. സോ CLT or communicative language teaching approach or methodology that focuses on enhancing the communicative competence of the students, not linguistic competence. The communicative competence എന്ന് പറഞ്ഞാൽ able to communicate through speaking, writing, etc. ഇതിൽ ഫ്ലുവൻസിയാണ് വളരെ പ്രധാനപ്പെട്ടത്. അക്യുറസിയേക്കാളും പ്രധാനപ്പെട്ടത് ഒഴുക്കോടെ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ കഴിയുന്നതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ ഫ്ലുവൻസി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ അക്യുറസി ഇൻ CLT. അത് CLTക്ക് എതിരായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്ങിന് എതിരായിട്ടുള്ള ഒരു വിമർശനം ഇതാണ്. ഇത് ഫ്ലുവൻസിക്ക് മാത്രമേ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് കോമ്പീറ്റൻസിക്ക് മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ എന്നുള്ളൊരു വിമർശനം കൂടി CLTയെക്കുറിച്ചുണ്ട്. പക്ഷേ എങ്കിൽ പോലും CLT എന്തിനാണ്? റിയൽ ലൈഫ് കമ്മ്യൂണിക്കേഷൻ, നിത്യജീവിതത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു മെത്തഡോളജിയാണ്. ഇത് ഓർമ്മിക്കുക, കമ്മ്യൂണിക്കേറ്റീവ് കോമ്പീറ്റൻസ് എന്ന ചോംസ്കി ആകട്ടെ, നോം ചോംസ്കി എന്നുള്ള ലിംഗ്വിസ്റ്റ് ആകട്ടെ, അദ്ദേഹം ലിംഗ്വിസ്റ്റിക് കോമ്പീറ്റൻസിനാണ് പ്രാധാന്യം നൽകിയത്. ഇവർ കൊടുക്കുന്നത് കമ്മ്യൂണിക്കേറ്റീവ് കോമ്പീറ്റൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ഫ്ലുവൻസിക്കാണ്. അടുത്തതാണ് ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ്. ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ്ങിൻ്റെ ഗുരു ഇന്ത്യക്കാരനായ ഡോക്ടർ NS പ്രഭുവാണ്. ഡോക്ടർ NS പ്രഭു നടത്തിയ ബാംഗ്ലൂർ പ്രോജക്റ്റിലാണ് പിന്നീട് ജെയിൻ വില്ലിസും കൂടി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് ധാരാളം ടാസ്കുകൾ കൊടുക്കും. ടാസ്കുകൾ എന്ന് പറഞ്ഞാലോ ഒരു പ്രശ്ന പരിഹരണത്തിനായിട്ടുള്ളൊരു കാരണം. ഒരു ടാസ്കിൻ്റെ ഉദാഹരണം പറയാം. ഒരു ക്ലാസ്സിൽ ഒരു 20ഓ 25ഓ കുട്ടികളുണ്ടെങ്കിലോ ഓരോ കുട്ടികളുടെയും അടുത്ത് പോയിട്ട് ഇവർ കുട്ടിയുടെ പേര്, കുട്ടിയുടെ ഹോബി എന്താണ്, കുട്ടിയുടെ താല്പര്യ മേഖലകൾ എന്താണ്, കുട്ടികളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്താണ്, അതൊക്കെ ചോദിച്ചിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കും. ഈ ലിസ്റ്റ് നോക്കിയിട്ട് തൻ്റെ ഫ്രണ്ടിനെ അവർ പരിചയപ്പെടുത്തും. ഇതിൻ്റെ പേരാണ് ഇൻഫർമേഷൻ ഗ്യാപ്പ്. എന്താ ഇൻഫർമേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ? ഐ നോ എ സ്റ്റുഡൻറ്റ് ബട്ട് ഐ ഡോണ്ട് നോ ദ സ്റ്റുഡൻറ്റ്സ് നെയിം, ഐ ഡോണ്ട് നോ ദ സ്റ്റുഡൻറ്റ്സ് ഇൻട്രസ്റ്റ് ഏരിയാസ്, ഐ ഡോണ്ട് നോ ദ സ്റ്റുഡൻറ്റ്സ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, എക്സെട്ര. So I will go to the student, I will talk to him and I will write down all the details about the student. Later I will explain, I will present the student in English. അല്ലേ, ഇങ്ങനെ നടക്കുന്നത് ഇതൊരു ടാസ്ക്കാണ്. ഈ ടാസ്ക് ബേസ്ഡ് ലേണിംഗ് സമ്പ്രദായം ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. NS പ്രഭുവിനെ നേരിട്ട് കാണാൻ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ് മുമ്പോട്ട് വെച്ചതാണ്. ഇന്നും നമ്മൾ ഇതിൻ്റെ ഒരു അംശം, കമ്മ്യൂണിക്കേറ്റ് ലാംഗ്വേജ് ടീച്ചിങ്ങിൻ്റെ ഒരു അംശം ലാംഗ്വേജ് ടീച്ചിങ്ങിൽ ഉപയോഗിക്കുന്നത് പോലെ ടാസ്കുകൾ, ആക്ടിവിറ്റികൾ നമ്മൾ ക്ലാസ് റൂമിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത 11ാമത്തതാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കൺസ്ട്രക്റ്റിവിസം. കൺസ്ട്രക്റ്റിവിസത്തെ രണ്ടായി തരംതിരിക്കാം. കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്നും അതേപോലെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നും. എന്താ അതിൻ്റെ വ്യത്യാസം? കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം മുമ്പോട്ട് വെച്ചത് ഒരു ലോകപ്രശസ്ത സൈക്കോളജിസ്റ്റായ ജീൻ പിയാഷെയാണ്. സ്പെല്ലിംഗ് എന്താ? PIAGET. സോ പിയാഷെ പുട്ട് ഫോർവേഡ് ദ തിയറി ഓഫ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. ഇതൊരു ലേണിംഗ് തിയറി കൂടിയാണ്. ഇത് വെറും ഒരു മെത്തഡോളജി അല്ല, ലേണിംഗ് തിയറിയാണ്. ഇദ്ദേഹം പറയുന്നത് കുട്ടിക്ക് ജന്മനാ തൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഉപയോഗിച്ചുകൊണ്ട്, തൻ്റെ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് കുട്ടിക്ക് നോളജ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ കഴിയും. അറിവ് നിർമ്മിക്കാനുള്ള സ്വതസിദ്ധമായ കഴിവ് കുട്ടിക്ക്, തൻ്റെ അറിവ് നിർമ്മിക്കാനുള്ള, കൺസ്ട്രക്റ്റ് ചെയ്യാനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കുട്ടിക്കുണ്ട് എന്ന് മുമ്പോട്ട് വെച്ചതാണ്. തൻ്റെ പ്രയർ നോളജും തൻ്റെ മുന്നറിവും തൻ്റെ അനുഭവവും ഉപയോഗിച്ചുകൊണ്ട് ഓരോ കുട്ടിക്കും, ഇത് ബിഹേവിയറിസത്തിന് നേരെ എതിരാണ്. എന്താ ബിഹേവിയറിസം എന്താ പറഞ്ഞിരിക്കുന്നത്? കുട്ടി എന്ന് പറഞ്ഞാൽ വെറും റിപ്പീറ്റേഷൻ വഴി പഠിക്കുന്ന കുട്ടിയാണ്. സോ ദ ബിഹേവിയറിസം പുട്സ് ഫോർവേഡ് ദ ഐഡിയ ദാറ്റ് ലേണിംഗ് ഈസ് ജസ്റ്റ് ലൈക്ക് മെക്കാനിക്കൽ ഡ്രിൽസ്, റിപ്പീറ്റേഷൻ ഓഫ് മെനി തിങ്സ്. And brain is not given any importance in behaviorism. So behaviorism suggests that learning is change in behavior. And how will the change in behavior occur? The change in behavior occurs only through repetition, drills and pattern practice. ഇതിനെതിരായിട്ടാണ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം മുമ്പോട്ട് വെച്ചത്. ആരാ മുമ്പോട്ട് വെച്ചത്? പിയാഷെ. എന്താ പിയാഷെ പറയുന്നത്? പിയാഷെ പുട്ട് ഫോർവേഡ് എ ലേണിംഗ് തിയറി കോൾഡ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം
where Piaget said that learners are able to construct their own understanding of the world, their own understanding of the world by relating new information to prior knowledge and experience. തൻ്റെ മുൻ അനുഭവവും തൻ്റെ മുന്നറിവും ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് അറിവ് നിർമ്മിച്ചെടുക്കാനുള്ള കഴിവുണ്ട് എന്ന് മുമ്പോട്ട് വെച്ചത് പിയാഷെയാണ്. ഇതിനെ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയും. നമ്മൾ കോഗ്നിറ്റീവ് തിയറി ധാരാളമായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നത് കുട്ടി ഒരു ഏകാഗിയായ ഒരു അന്വേഷകനാണ്, അല്ലേ? ഒരു അന്വേഷണാത്മക പഠനം, ഒരു ഡിസ്കവറി ലേണിംഗ് പഠനം മുമ്പോട്ട് വെച്ചത് ഇദ്ദേഹമാണ്. പക്ഷെ അടുത്തതാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. എന്താ വ്യത്യാസം? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം മുമ്പോട്ട് വെച്ച എല്ലാവർക്കും അറിയാം വൈഗോഡ്സ്കിയാണ്. എന്താ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആൻഡ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ പ്രത്യേകത, കുട്ടി ഏകാഗിയായ ഒരു പഠിതാവല്ല. കുട്ടിക്ക് ഏകാഗിയായിട്ട് പഠിക്കാം, പക്ഷേ ആ പഠിച്ചതോ മറ്റുള്ളവരുമായിട്ട് കുട്ടികൾ ചർച്ച ചെയ്യണം. സമപ്രായക്കാരുമായിട്ടും അധ്യാപകരുമായിട്ടും കുട്ടി ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടാണ് കുട്ടി അറിവ് നിർമ്മിക്കേണ്ടത് എന്ന് പറയുന്നതാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. സോ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഈസ് എക്സാക്ട്ലി ആൻ എക്സ്റ്റൻഷൻ ഓഫ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ദാറ്റ് എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ഇൻറ്ററാക്ഷൻ. നമ്മൾ ക്ലാസ് റൂമിൽ ധാരാളം സോഷ്യൽ ഇൻറ്ററാക്ഷൻ നടത്തുന്നുണ്ട്. ഏതൊക്കെയാണ്? ഡിബേറ്റ് ഒരു സോഷ്യൽ ഇൻറ്ററാക്ഷനാണ്, ഡിസ്കഷൻ ഒരു സോഷ്യൽ ഇൻറ്ററാക്ഷനാണ്, റോൾ പ്ലേ ഒരു സോഷ്യൽ ഇൻറ്ററാക്ഷനാണ്. സോ ദെർഫോർ social constructivism gives importance to classroom interaction. So what are the different types of classroom interaction? For example, student interaction. രണ്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻറ്ററാക്ഷനാണ്. പിന്നെയോ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് കുട്ടി ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ടെങ്കിലോ സ്റ്റുഡൻറ്റ് ടെക്സ്റ്റ് ഇൻറ്ററാക്ഷൻ. സ്റ്റുഡൻറ്റ് കുട്ടിയായിട്ട് ടീച്ചറായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ടെങ്കിലോ സ്റ്റുഡൻറ്റ് ടീച്ചർ ഇൻറ്ററാക്ഷൻ. So we can see social interaction in the classroom takes place in the three ways. It can be learner interaction, it can be learner material or learner text interaction, or it can be learner teacher interaction. So therefore social constructivism put forward by Vygotsky stresses the importance of constructing knowledge in the way of social interaction within the classroom. It is a very crucial factor. ഇതും അറിവ് നിർമ്മിക്കുന്നതാണ്. കുട്ടി എങ്ങനെയാണ് ഏകാഗിയായി അറിവ് നിർമ്മിക്കുന്ന ഒരു കുട്ടിയല്ല, മറ്റുള്ള കുട്ടികളുമായി സംഘപ്രവർത്തനങ്ങളിലൂടെ കൊളാബറേറ്റീവ് ലേണിങ്ങിലൂടെ ചെയ്യുന്നതാണ്. ഇതിൻ്റെ 3 പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളൊന്നുണ്ട്. ഒന്ന് ഇദ്ദേഹം പറയുന്ന ഒന്ന് ഇതാണ്, അധ്യാപകൻ്റെ റോൾ ഒരു സ്കാഫോൾഡ് ചെയ്യുന്ന ഒരാളുടെ റോളാണ്. എന്താണ് സ്കാഫോൾഡിങ്? കുട്ടിക്ക് നൽകുന്ന കൈത്താങ്ങിൻ്റെ പേരാണ് സ്കാഫോൾഡിങ്. സപ്പോസ് എ ചൈൽഡ് ഈസ് റീഡിങ് എ പാസേജ് ഇൻ ഇംഗ്ലീഷ്. ആ പാസേജ് ഇംഗ്ലീഷ് വായിച്ചാലോ ആ കുട്ടിക്ക് ആ പാസേജിലൊരു വാക്കിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാകുന്നില്ലെങ്കിലോ ടീച്ചർ പറഞ്ഞ് ഒരിക്കൽ കൂടി വായിച്ചു നോക്കൂ, അല്ലെങ്കിൽ നീ ആ വാക്കിൻ്റെ അർത്ഥം ഒന്നൊരു ഡിക്ഷണറിയിൽ നോക്കൂ, അല്ലെങ്കിൽ വാക്കിൻ്റെ അർത്ഥം നിങ്ങളൊരു വേറെ ഏതെങ്കിലും ഒരു കുട്ടിയോട് ചോദിച്ചു നോക്കൂ, അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് നിങ്ങൾ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എടുക്കൂ. ഇങ്ങനെ പറയുന്ന കുട്ടിക്ക് നൽകുന്ന ഇത്തരം കൈത്താങ്ങുകളെയാണ് സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൊളാബറേറ്റീവ് ലേണിംഗ്. കൊളാബറേറ്റീവ് ലേണിംഗ് സംഘപ്രവർത്തനം. മൂന്നാമത്തതാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വാക്ക്, അതിൻ്റെ പേരാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, ZPD. എന്താണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്? ഒരു കുട്ടിക്ക് എന്താണോ അറിയുന്നത് അതിൽ നിന്ന് കുറച്ച് മുകളിലോട്ട് പോകുന്ന, അതായത് ഇപ്പോൾ ഞാൻ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള കാര്യമല്ല എനിക്ക് പഠിപ്പിച്ച് തരേണ്ടത്. ഏറ്റവും എളുപ്പമുള്ളതിൽ നിന്ന് തുടങ്ങി കുട്ടിയുടെ മുന്നറിവിൽ നിന്ന് തുടങ്ങി കുറച്ചും കൂടി ഉയരത്തിലേക്ക് പോകുമ്പോഴാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? അവൻ്റെ അറിവ് വികസിച്ച് അറിവ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ആ വ്യത്യാസമാണ്. വാട്ട് ദ ചൈൽഡ് ഓൾറെഡി നോസ് ആൻഡ് വാട്ട് ദ ചൈൽഡ് അക്വയേഴ്സ് ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദ ക്ലാസ്. ഇത് രണ്ടിൻ്റെയും ഈ അളവിനെയാണ് എന്ത് പറയുന്നത്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. So therefore, let me summarize what is social constructivism. Social constructivism was proposed by Lev Vygotsky. Lev Vygotsky is a Russian psychologist, and it is actually an extension of constructivism by Piaget, but it emphasizes social interaction. It emphasizes what is not collaborative learning. And the role of the teacher is that of a supporter, that of a scaffolder.
And also, when the child learns something new. Child construct the knowledge from her own or his own present level to an expected level. And the difference between the present level and the expected level, that zone is known as the zone of proximal development. Now we are going to the 13th one. 13th one is known as critical pedagogy, proposed by Paulo Freire. അല്ലേ, പൗലോ ഫ്രയർ എന്ന ബ്രസീലിയൻ ഒരു സൈക്കോളജിസ്റ്റാണ്, അദ്ദേഹം ഒരു പാതിരിയാണ്. അദ്ദേഹമാണ് ക്രിട്ടിക്കൽ പെഡഗോജി 1968 പ്രപ്പോസ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ബുക്ക് വളരെ വിശ്വപ്രസിദ്ധമാണ്. ഏതാണ്? പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ്, അല്ലേ? പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ് എന്ന തൻ്റെ ഗ്രന്ഥത്തിലാണ് അദ്ദേഹം ബ്രസീലിൽ വളരെയധികം സ്കൂളുകളിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ക്രിട്ടിക്കൽ പെഡഗോജി, അത് വിമർശനാത്മക ബോധനശാസ്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. വിമർശനാത്മക പഠന രീതിയാണ് ക്രിട്ടിക്കൽ പെഡഗോജി നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലാസ് റൂമിൽ കുട്ടികളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, ഫോർ എക്സാമ്പിൾ, സപ്പോസ് വി ആർ ലേണിംഗ് സംതിങ്, വി ക്യാൻ ക്രിട്ടിക്കലി അനലൈസ് ദ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഇറ്റ്. ഏതെങ്കിലും ഒരു വസ്തുവെ, കാരണം ഒരു കഥ പഠിക്കുമ്പോൾ അതൊരു ഒരു ഒരു വുമൺ കഥാപാത്രമോ ഒരു പുരുഷ കഥാപാത്രമോ ഉണ്ടെങ്കിലോ അവർ ചെയ്തത് ശരിയാണോ, അത് സമൂഹത്തിൽ ചെയ്യേണ്ടുന്നതാണോ, അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പഠിക്കുക. ഈ ക്രിട്ടിക്കൽ പെഡഗോജിൻ്റെ പ്രത്യേകത ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിക്കൊണ്ട് വിവിധ ഉത്തരങ്ങൾ കണ്ടെത്തുന്ന ഒരു വിമർശനാത്മക ചിന്തയാണ് ഏതാണ് പൗലോ ഫ്രയർ മുമ്പോട്ട് വെച്ച ക്രിട്ടിക്കൽ പെഡഗോജി. ഇനി നാലാമത്തതാണ്, ഏറ്റവും അവസാനത്തതാണ് നമ്മളെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. ഇതാണ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിസം ഫോളോ ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്ങിൻ്റെ ചില അംശങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രധാനപ്പെട്ട അപ്രോച്ച് രണ്ടെണ്ണമാണ്. ഒന്ന് ഹോൾ ലാംഗ്വേജ് അപ്രോച്ച്. എന്താ ഹോൾ ലാംഗ്വേജ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ? ഭാഷാ സമഗ്രതാ ദർശനം. ഭാഷ എന്ന് പറഞ്ഞാൽ കേവലം സ്കില്ലുകൾ പഠിക്കലോ ശേഷികൾ പഠിക്കലോ അല്ലെങ്കിൽ അതിൻ്റെ ആൽഫബറ്റ് പഠിക്കലോ അല്ല, മറിച്ച് ഭാഷ എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ ആണ്. ഒരു കഥ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കഥ മനസ്സിലാക്കും, അതിൻ്റെ ആശയം മനസ്സിലാക്കും. ആശയം മനസ്സിലാക്കുമ്പോഴോ നമ്മൾ അതിലെ പാരഗ്രാഫിലേക്ക് പോകും. പാരഗ്രാഫ് മനസ്സിലാക്കുമ്പോഴോ അതിലെ സെൻറ്റൻസുകളിലേക്ക് പോകും. സെൻറ്റൻസുകളിലേക്ക് പോയിട്ടോ പിന്നീട് വാക്കുകളിലേക്ക് പോകും. വാക്കുകളിൽ പോയിട്ട് പിന്നീട് അക്ഷരങ്ങളിലേക്ക് പോകും. ഇപ്പോഴെന്താ ചില ആളുകൾ വാദിക്കുന്നുണ്ട്, എന്താണ്? ഭാഷ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് അക്ഷരങ്ങളാണ്. അക്ഷരങ്ങൾ പഠിച്ച് അക്ഷരങ്ങൾ ഹൃദിസ്ഥമായി കഴിഞ്ഞാൽ പിന്നെ വാക്കുകൾ പഠിക്കണം. വാക്കുകൾ പഠിച്ചതിന് ശേഷം പിന്നെ ഏതാണ്? സെൻറ്റൻസുകൾ, വാക്യങ്ങൾ പഠിക്കണം. വാക്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ കഥകളോ കവിതകളോ ലേഖനങ്ങളോ ഒക്കെ പഠിക്കേണ്ടത്. പക്ഷേ ഭാഷാ സമഗ്രതാ ദർശനം പറയുന്നത് എന്താ? ഹോൾ ലാംഗ്വേജ് എന്താ പറയുന്നത്? ഹോൾ ലാംഗ്വേജ് ഇസ് ആൻ അപ്രോച്ച് ടു ലാംഗ്വേജ് ടീച്ചിങ് വേർ ലാംഗ്വേജ് ഈസ് വ്യൂഡ് ആസ് എ മീനിങ് ആൻഡ് ഇൻ്റഗ്രൽ സിസ്റ്റം. അല്ലേ? ലാംഗ്വേജ് ഒരു മീനിങ് സിസ്റ്റമാണ്, ഇൻ്റഗ്രൽ സിസ്റ്റമാണ്. അപ്പോൾ ഓർമ്മിക്കുക, നമ്മൾ ഏതാണ് ആദ്യം പറഞ്ഞ ബിഹേവിയറിസത്തിൽ നിന്ന് നമ്മൾ കൺസ്ട്രക്റ്റിവിസം മുതൽ ഇങ്ങോട്ട് വരുമ്പോഴോ സ്ട്രക്ചർ പഠിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ട് ലിസണിങ്ങോ സ്പീക്കിങ്ങോ വേർഡ്സോ പഠിക്കുന്നതിൽ നിന്ന് നമ്മളതിൻ്റെ ആശയങ്ങളിലേക്കും അതിൻ്റെ മീനിങ്ങിലേക്കും പോകുന്ന ഒരു അപ്രോച്ചാണ് ഹോൾ ലാംഗ്വേജ് അപ്രോച്ച്. അതുകൂടാതെ നമ്മൾ ഡിസ്കോഴ്സ് ഓറിയൻറ്റഡ് പെഡഗോജി കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. സോ വാട്ട് യു മീൻ ബൈ ഡിസ്കോഴ്സ് ഓറിയൻറ്റഡ് പെഡഗോജി? ഡിസ്കോഴ്സ് എല്ലാവർക്കും അറിയുന്നതാണ് ഡിസ്കോഴ്സ് ഓറിയൻറ്റഡ് പെഡഗോജി. ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ധാരാളം ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന കഥ ഒരു ഡിസ്കോഴ്സാണ്. എനി പീസ് ഓഫ് എക്സ്റ്റെൻഡഡ് ലാംഗ്വേജ് റിട്ടൺ ഓർ സ്പോക്കൺ ഹാസ് എ യൂണിറ്റി ഈസ് കോൾഡ് എ ഡിസ്കോഴ്സ്. ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഡിസ്കോഴ്സ് ഓറിയൻറ്റഡ് പെഡഗോജി പറഞ്ഞുകൊണ്ട് നമ്മൾ ധാരാളം ചോദ്യങ്ങളിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡും അടുത്ത എപ്പിസോഡും നിങ്ങൾ ചേർത്ത് വായിച്ചുകൊണ്ട് പഠിക്കുന്നതായിരിക്കും സൗകര്യം. Thank you very much.